തിരുവനന്തപുരം വർക്കലയിൽ കാപ്പ കേസ് പ്രതി ദേവനാരായണനെ അയിരൂർ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ഇയാളെ കാപ്പ നിയമപ്രകാരം 1 വർഷത്തേക്ക് നാട് കടത്തിയിരുന്നു. എന്നാൽ കോടതി ഉത്തരവിന് വിപരീതമായി പ്രതി കളമശ്ശേരിയിൽ വീണ്ടും സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് അയിരൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, കാപ്പ നിയമപ്രകാരം വർക്കലയിൽ ഒരു പ്രതിയെ അയിരൂർ പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പോലീസ് കരുതൽ തടങ്കലിൽ എടുക്കുന്നത്. ദേവനാരായണൻ എന്ന 22 വയസ്സുകാരനെയാണ് കാപ്പ നിയമപ്രകാരം ഇയാളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കരുതൽ തടങ്കലിലാക്കിയത് പോലീസ്. അയിരൂർ പോലീസാണ് ഇയാൾക്കെതിരെ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ജില്ലാ കളക്ടറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാപ്പ 3 നിയമപ്രകാരമാണ് ഇപ്പോൾ ഇയാളെ കരുതൽ തടങ്കലിൽ വെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് അയച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. തിരുവനന്തപുരം വർക്കലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. അയിരൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇയാൾക്കെതിരെ 3 വധശ്രമ കേസുകളാണുള്ളത്. അതുപോലെ തന്നെ കളമശ്ശേരി, പരവൂർ എന്നീ സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ വധശ്രമ കേസുകൾ നിലവിലുണ്ട്. ഇയാൾ അയിരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെട്ടു എന്നൊരു കേസ് മുൻപ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇയാൾ കാപ്പ നിയമം ചുമത്തിയത്. ഇതിനുശേഷം സമാനമായി ഇയാൾക്കെതിരെ കഴിഞ്ഞ ദിവസം വധശ്രമത്തിനുള്ള ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാൾ ജയിലിലാണ്. ഇയാളെ കൂടുതൽ എന്താണ് ഇയാൾ ചെയ്യാനുള്ളതെന്ന് വർക്കലയിലാണ് കാപ്പ കേസ് പ്രതി ദേവനാരായണനെ അയിരൂർ പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയിട്ടുള്ളത്. പോലീസിനെ അടക്കം കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ദേവനാരായണൻ. ഇയാൾക്കെതിരെയാണ് കാപ്പ നിയമം ചുമത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദ.